ലോക ക്രിക്കറ്റിന്റെ കൊടുമുടി താണ്ടിയ മലയാളി ഒരൊറ്റ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 321 റൺസുമായി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. സൂപ്പർ 8-ൽ വിൻഡീസിനെതിരെയും സെമിയിലും പ്ലെയർ ഓഫ് ദി മാച്ച്. 2020 ലോകകപ്പ് ഫൈനലിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ 89 റൺസ്. അത് വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോഴും തളരാതെ അയാൾ നടത്തിയ പോരാട്ടത്തിന്റെ സാക്ഷ്യപത്രമാണ്. ഉയിര് ഉറ്റവരെ കരക്കുകയറ്റുന്ന നാട്ടിൽ നിന്നാണ് അയാളുടെ വരവെന്ന് മറക്കരുത്. അപമാന ഭാരത്താൽ തല താഴ്ത്തി നിന്ന ഒരു ഭൂതകാലം മുറിവേൽപ്പിക്കുമ്പോഴും ഇടറാതെ മുന്നോട്ട് കുതിക്കാൻ അയാൾക്ക് സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ കിവീസിനെന്നല്ല, ലോക ക്രിക്കറ്റിലെ ഒരു ശക്തിക്കും വിജയിച്ചു പോകാനാവില്ലെന്ന് ഉറപ്പ്. ഇന്ന് ആ പോരാട്ടത്തിന്റെ പേരുകൂടിയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. അപമാന ഭാരത്താൽ തലകുനിച്ച് നിന്ന സഞ്ജു കലാശപ്പോരിലും ഇന്ത്യയുടെ എല്ലാമായി മാറി. കരുത്തുറ്റ ഇന്നിംഗ്സോടെ 46 പന്തിൽ നിന്ന് 89 റൺസ്. മാത്രമല്ല കാഴ്ചവെച്ചതാകട്ടെ റെക്കോർഡ് ഇന്നിംഗ്സ്. 46 പന്തിൽ നിന്ന് 5 ഫോറുകളും 8 സിക്സറുകളുടെയും അകമ്പടിയോടെയാണ് സഞ്ജു 89 റൺസ് എടുത്തത്. 2020 ലോകകപ്പ് ഫൈനലിലെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. 2016 ഇംഗ്ലണ്ടിനെതിരെ 85 റൺസ് എടുത്ത വെസ്റ്റ് ഇൻഡീസ് താരം മർലോൺ സാമുവലിന്റെയും 2021 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ 85 റൺസ് എടുത്ത കിവീസിന്റെ കെയ്ൻ വില്യംസിന്റെയും റെക്കോർഡ് സഞ്ജു മറികടന്നു. ഒടുക്കം ഇന്ത്യ ഉയർത്തിയതാകട്ടെ 256 റൺസ് വിജയലക്ഷ്യം. കിവീസിനെ 159 റൺസിന് പുറത്താക്കിയതോടെ കിരീടവും. 3 വർഷം മുൻപ് കണ്ണീർ വീണ അതേ നരേന്ദ്രമോദി സ്റ്റേഡിയം ഉച്ചത്തിൽ ആർത്തിരമ്പി. ഇതുവരെ കിവീസിനെ 2020 ലോകകപ്പിൽ തോൽപ്പിച്ചിട്ടില്ലെന്ന ചരിത്രവും തിരുത്തിക്കുറിച്ചു. രാജകീയ വരവ്. സഞ്ജുവിന്റെ പോരാട്ടത്തിന്റെ കഥ കൂടി എഴുതപ്പെടുന്നു ഈ വിശ്വവേദിയിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8 മത്സരത്തിന് മുൻപ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യമെത്തി. സഞ്ജുവിനെ കളത്തിലിറക്കുമോ? ഗ്രൂപ്പ് ഘട്ടത്തിൽ നമീബിയക്കെതിരെ മാത്രമാണ് സഞ്ജു കളിച്ചിരുന്നത്. ആ മത്സരത്തിൽ 8 പന്തിൽ നിന്ന് 22 റൺസ് എടുത്തായിരുന്നു മലയാളി താരത്തിന്റെ മടക്കം. ഗ്രൂപ്പ് ഘട്ടം കടന്നതിന് പിന്നാലെയാണ് സഞ്ജുവിനെ സൂപ്പർ 8-ൽ മത്സരിപ്പിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. ആ ചോദ്യം കേട്ട ഉടനെ ഒരൽപ്പം ചിരിയോടുകൂടിയായിരുന്നു സൂര്യയുടെ മറുപടി. അഭിഷേകിന് പകരമായി സഞ്ജുവിനെ ഉൾപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ നായകൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. 3-ാം നമ്പറിലെ സഞ്ജുവിന്റെ സാധ്യതകളെ കുറിച്ച് മാധ്യമപ്രവർത്തകൻ ഓർമ്മിപ്പിച്ചപ്പോൾ സൂര്യ വീണ്ടും ചിരിച്ചു. തിലകിന് പകരം അദ്ദേഹത്തെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നായി മറു ചോദ്യം. സൂര്യ സഞ്ജുവിനെ പരിഹസിച്ചോ ഇല്ലയോ എന്നതിനപ്പുറം അയാളുടെ നിലപാട് വ്യക്തമായിരുന്നു. ആദ്യ 11-ൽ സഞ്ജുവിനെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന്. എന്നാൽ സൂര്യയെയും സംഘത്തെയും കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. സഞ്ജു ഇല്ലാതെ ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി. മുൻനിര ബാറ്റർമാരെല്ലാം നിരനിരയായി കൂടാരം കയറി. ഇന്ത്യയുടെ എല്ലാ പദ്ധതികളും പാളി. സഞ്ജുവിനെ ടീമിൽ തിരികെ എടുക്കുകയല്ലാതെ ഗംഭീറിന് മുന്നിൽ മറ്റൊരു വഴികളും ഉണ്ടായിരുന്നില്ല. ഫോമില്ലായ്മയുടെ പേരിൽ നിരന്തരമായി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിട്ട സഞ്ജുവിന് അതിലും കടുത്ത പരീക്ഷണമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായ പോരാട്ടം. തോറ്റാൽ ഇന്ത്യ ലോകകപ്പ് സെമി കാണാതെ പുറത്താവുമെന്ന അതിനിർണായക സാഹചര്യം. ജീവൻ കൊടുത്തും ജയിച്ചേ മതിയാവൂ. മാത്രമല്ല ഇനിയൊരു അവസരം ഇന്ത്യൻ ടീമിൽ ലഭിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. ആദ്യം ബാറ്റ് ചെയ്ത കരീബിയൻ കരുത്തർ ഉയർത്തിയതാകട്ടെ 196 റൺസ് ലക്ഷ്യം. ചേസിംഗിൽ കൂടെ ഇറങ്ങിയ അഭിഷേക് വെറും 10 റൺസ് എടുത്ത് കൂടാരം കയറുന്ന കാഴ്ച. ഏത് താരവും സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന നിമിഷം. ഫോമില്ലാതെ ഉയർന്ന ടീമിലെ സ്ഥാനം തന്നെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു താരത്തിന് എങ്ങനെ അത് നേരിടാനാവും? പക്ഷേ സഞ്ജു സാംസൺ ശാന്തനായിരുന്നു. സമ്മർദ്ദത്തിന്റെ പരകോടിയിലും അയാൾ അത്തരത്തിൽ ഒരു ഭാവവും പ്രകടമായില്ല. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു. കളിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയ ഒരു പ്രൊഫഷണൽ ബാറ്ററുടെ ക്ലാസ് ഇന്നിംഗ്സ്. കോഹ്ലിയുടെ നിശ്ചയദാർഢ്യവും ധോണിയുടെ ശാന്തതയും ചേർന്ന കളി. ഇങ്ങനെ ഒരു സഞ്ജുവിനെ നാം കണ്ടിട്ടേ ഇല്ല. ഇന്ത്യ ജീവൻ തിരികെ പിടിച്ച 97 റൺസ്. ഇന്ത്യ വിജയ റൺ കുറിച്ച ആ നിമിഷത്തിൽ കമന്ററി ബോക്സിൽ നിന്നും ഉയർന്നു കേട്ടു സഞ്ജു സ്പെഷ്യൽ സാംസൺ. അവിടെ കഴിഞ്ഞില്ല. അന്ന് ചിരിച്ചു തള്ളിയ അതേ നായകൻ സഞ്ജുവിന് മുന്നിൽ വണങ്ങി നിൽക്കുന്ന കാഴ്ചയും കണ്ടു. വിൻഡീസിനെതിരായ ഇന്നിംഗ്സോടെ ഹീറോ പരിവേഷം വന്നുചേരുക മാത്രമായിരുന്നില്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തിരുമുറ്റത്ത് അയാൾ സിംഹാസനം വലിച്ചിടുക കൂടിയായിരുന്നു. അതും രാജകീയമായി. വിൻഡീസിനെതിരെ നിർത്തിയെടുത്തു നിന്നാണ് സഞ്ജു സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ തുടങ്ങിയത്. തന്നെ പൂട്ടാൻ വന്ന ആർച്ചറിനെ കണക്കിന് കൊടുത്താണ് ഇന്നിംഗ്സ് ആരംഭിച്ചത് തന്നെ. 3-ാം ഓവറിൽ സഞ്ജുവിന്റെ ക്യാച്ച് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരിസ് ബ്രൂസ് വിട്ടുകളഞ്ഞപ്പോൾ സാംസന്റെ സ്കോർ 15-ൽ എത്തിയതേ ഉള്ളൂ. പിന്നീട് പിഴവുകളൊന്നും വരുത്താതെയായിരുന്നു കളിച്ചത്. ഇഷാനും ദുബൈക്കും ഒപ്പം മികച്ച കൂട്ടുകെട്ട്. ഒടുക്കം 63 മിനിറ്റ് സ്ക്രീൻ ചെലവിട്ട് സഞ്ജു പുറത്താകുമ്പോൾ ഇന്ത്യ 13 ഓവറിൽ 160 റൺസിൽ എത്തിയിരുന്നു. 42 പന്തിൽ നിന്ന് 89 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. സഞ്ജുവിന്റെ ഇന്നിംഗ്സിന് മറുപടി എന്നോളം സെഞ്ചുറിയുമായി ജേക്കബ് ബത്തൽ കത്തിക്കയറുമ്പോൾ ഒരു വേള നീലക്കടൽ നിശബ്ദമായതാണ്. അവസാന ഓവർ വരെ നീണ്ട ആവേശപ്പോര്. ഒടുക്കം ഇംഗ്ലണ്ടിനെ 7 റൺസിന് കീഴടങ്ങി ഇന്ത്യ കലാശപ്പോരിലേക്കുള്ള ടിക്കറ്റ് എടുക്കുമ്പോൾ മത്സരത്തിലെ താരം സഞ്ജു ആയിരുന്നു. അപ്പോഴേക്കും സഞ്ജു ഇന്ത്യൻ ടീമിലെ അനിഷേധ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. കലാശപ്പോരിലും കഥ തുടർന്നു. സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിലും അയാൾ 89 റൺസ് എടുത്ത് ടീമിന്റെ നട്ടലായി. കിരീട ജയത്തോടെ രാജ്യത്തിന്റെ ഹീറോ ആയി മാറി സഞ്ജു. ലോക ക്രിക്കറ്റിൽ അധികം ഒന്നും ആഘോഷിക്കപ്പെടാതിരുന്ന ഒരു മലയാളി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായി മാറുന്ന കാഴ്ച
കോഹ്ലിയെയും ധോണിയെയും പോലെ സഞ്ജു ബ്രാൻഡായി മാറുന്നു. മൈതാനങ്ങളിൽ ആ പേര് കേൾക്കുമ്പോഴെല്ലാം നിലയ്ക്കാതെ ആരവങ്ങളാണ്. ഇനിയും അത് ഉച്ചത്തിൽ തന്നെ മുഴങ്ങും. ലോക ക്രിക്കറ്റിന്റെ കൊടുമുടി താണ്ടി സഞ്ജു കടന്നു പോകുന്നു. ഒന്നുറപ്പ്, ഇനി ഒരിക്കലും അങ്ങനെ ഒരു ചിരി സൂര്യകുമാർ യാദവിന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനാവില്ല. കൃത്യമായി പറഞ്ഞാൽ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകരും ഇനി മുതിരുകയുമില്ല.